ബാബറി മസ്ജിദ് രാമജന്മഭൂമിയിലാണ് നിലകൊള്ളുന്നതെന്ന വാദം ഉന്നയിച്ചാരംഭിച്ച ചെറിയ വിവാദമാണ് വളർന്ന് വലിയ പ്രക്ഷോഭമായി രൂപാന്തരം പ്രാപിച്ച് പള്ളി തകർക്കുന്നതിലേക്ക് വരെ എത്തിയത്. ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ സംഘപരിവാർ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. പിന്നീട് ഇന്ത്യയിലെ പലയിടത്തുമുള്ള മുസ്ലിം പള്ളികൾ പഴയ ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നുവെന്ന വാദമുയർത്തി പല ഹിന്ദുത്വ സംഘടനകളും രംഗത്ത് വരുന്നത് രാജ്യത്തിന്നും തുടരുകയാണ്. ഇതിനിടയിലാണ് വേറിട്ടൊരു ആരാധനാലയ വിവാദം ശക്തമാകുന്നത്. ബുദ്ധമത ആരാധനാ കേന്ദ്രങ്ങളിൽ ഏറ്റവും മഹോന്നത സ്ഥാനമുള്ള മഹാബോധി ക്ഷേത്രത്തെക്കുറിച്ചാണ് ആ അവകാശ തർക്കം. ക്ഷേത്രത്തിന്റെ നിയന്ത്രണാധികാരം ഹിന്ദുക്കളിൽ നിന്ന് ബുദ്ധമത വിശ്വാസികൾക്ക് കൈമാറണമെന്നാണ് ആവശ്യം. മഹാബോധി ക്ഷേത്ര തർക്കം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണെങ്കിലും ക്ഷേത്രഭരണ നിയന്ത്രണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി 25 മുതൽ ബുദ്ധസന്യാസിമാർ പ്രക്ഷോഭം ആരംഭിച്ചതോടെ വിഷയം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. ഈ പ്രക്ഷോഭത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ മഹാബോധി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കൂടി അറിയണം. സിദ്ധാർത്ഥ ഗൗതമന് ബോധോദയമുണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന ബീഹാറിലെ ഗയയിലുള്ള ക്ഷേത്രമാണ് മഹാബോധി ക്ഷേത്രം. ഗയയിലെ ഒരു ആൽമരച്ചുവട്ടിലിരിക്കവെയാണ് ബുദ്ധന് ജ്ഞാനോദയമുണ്ടാകുന്നത്. ആ ആൽമരത്തിന്റെ പിൻതലമുറയിലേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മരവും ഈ ക്ഷേത്ര പരിസരത്തുണ്ട്. രാജ്യത്തെ ഹിന്ദുത്വ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് മറ്റനവധി ബുദ്ധക്ഷേത്രങ്ങളെപ്പോലെ മഹാബോധി ക്ഷേത്രവും ബ്രാഹ്മണ നിയന്ത്രണത്തിൽ വരുന്നത്. ബുദ്ധൻ വിഷ്ണുവിൻ്റെ 9ാം അവതാരമാണെന്നതാണ് ബുദ്ധക്ഷേത്രങ്ങൾ ബ്രാഹ്മണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായി ഉന്നയിക്കപ്പെട്ട വാദം. പക്ഷേ ഡോക്ടർ അംബേദ്കർ ഈ വാദത്തെ തള്ളിക്കളയുന്നു. ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അത് വ്യാജമായ ദുഷ്പ്രചാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ അംബേദ്കർ എടുത്ത 22 പ്രതിജ്ഞകളിലൊന്ന്. ബുദ്ധമത വിശ്വാസത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ഇടമായിട്ടും ക്ഷേത്രം ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിലായിരിക്കുന്നതിനെതിരെയാണ് പ്രക്ഷോഭം. 1891 അനാഗരിക ധർമ്മപാല എന്ന ശ്രീലങ്കൻ ബുദ്ധ സന്യാസി ബോധ് ഗയ സന്ദർശിച്ച് ക്ഷേത്രം ബുദ്ധമത നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള ആധുനിക ബുദ്ധിസ്റ്റ് പ്രക്ഷോഭത്തിൻ്റെ തുടക്കം അവിടെയാണ്. 1892 നടന്ന പുരാവസ്തു പരിശോധനയിൽ മഹാബോധി ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. 1949 ക്ഷേത്ര നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കാനുള്ള ബുദ്ധിസ്റ്റുകളുടെ ശ്രമം ഭാഗികമായെങ്കിലും വിജയിച്ചത്. ബോധഗയ ക്ഷേത്ര നിയമം നിലവിൽ വരികയും ക്ഷേത്ര ഭരണ നിർവഹണത്തിന് ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. ബുദ്ധമത വിശ്വാസികളെ സമിതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഭൂരിപക്ഷം ഹിന്ദുക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു നിയമം. ചെയർമാൻ സ്ഥാനവും ഹിന്ദുവായ ജില്ലാ മജിസ്ട്രേറ്റിനായിരുന്നു. 1970കളിൽ ശ്രീലങ്ക, തായ്ലൻഡ്, ജപ്പാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലടക്കം മഹാബോധി ക്ഷേത്രം ബുദ്ധമത വിശ്വാസികൾക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ബോധഗയ ക്ഷേത്ര നിയമം പിൻവലിക്കണം, മഹാബോധി ക്ഷേത്രം പൂർണ്ണമായും ബുദ്ധമത കേന്ദ്രമായി പ്രഖ്യാപിക്കണം എന്നീ ആവശ്യങ്ങളാണ് പ്രക്ഷോഭത്തിൽ ഉയർന്നത്. 2013 നിയമം ഭേദഗതി ചെയ്തു. സമിതിയുടെ നേതൃസ്ഥാനം അഹിന്ദുവിനും വഹിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു. പക്ഷേ ബുദ്ധക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം ബുദ്ധമത വിശ്വാസികൾക്ക് എന്ന ആവശ്യം ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ബുദ്ധമത സന്യാസികളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നത്. 134 വർഷങ്ങൾക്ക് മുമ്പ് അനാഗരിക ധർമ്മപാല നയിച്ച പ്രക്ഷോഭം ഇന്ന് നയിക്കുന്നത് ജപ്പാനിൽ നിന്നെത്തി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച സുരായി സാസായി എന്ന ബുദ്ധ സന്യാസിയാണ്. ഓൾ ഇന്ത്യ ബുദ്ധിസ്റ്റ് ഫോറം എന്ന സംഘടനയും സമരമുഖത്തുണ്ട്. ഇന്ത്യയിൽ ബുദ്ധമതം എങ്ങനെ ക്ഷയിച്ചു എന്നതിനെക്കുറിച്ച് നിരവധി വാദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ തൻ്റെ പുരാതന ഇന്ത്യയിലെ വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു ബുദ്ധ പ്രത്യയശാസ്ത്ര സംഘടനമായി വേണം മനസ്സിലാക്കേണ്ടതെന്നാണ്. ബ്രാഹ്മണിസം ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ ബുദ്ധമതം തുല്യതയിൽ വിശ്വസിച്ചു. ബുദ്ധമതത്തിൻ്റെ ശോഷണം ഇന്ത്യയിലുണ്ടായത് ഹൈന്ദവ അധിനിവേശങ്ങളിലാണെന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നു. വൈഷ്ണവ ശൈവ വിശ്വാസങ്ങളുടെ ഉദയത്തോടെയാണ് ഇന്ത്യയിൽ ബുദ്ധമതം ക്ഷയിച്ചതെന്നും അദ്ദേഹം പറയുന്നു.